നമസ്കാരം. കോഴ വിവാദത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്ന് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി. ഇനി വികസന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ എന്നും അനിൽ വ്യക്തമാക്കി. എന്നാൽ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച കോഴ ആരോപണം വിശദീകരിക്കാൻ അനിൽ ആന്റണിക്കും ആന്റണിക്കും ബാധ്യതയുണ്ടെന്നാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രതികരണം. ദല്ലാളിന്റെ കോഴ ആരോപണം തെരഞ്ഞെടുപ്പ് കളത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. തെളിവുകൾ പുറത്തുവിടുമെന്ന് നന്ദകുമാറും കാണട്ടെ എന്ന അനിലും വെല്ലുവിളിച്ചെങ്കിൽ പിന്നീട് അനിൽ ആന്റണി ഒരുപടി പിന്നോട്ട് പോവുകയായിരുന്നു. കോഴ വിവാദത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്നും വികസന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ എന്നും അനിൽ പറഞ്ഞു. ദല്ലാളിന് പിറകിൽ PJ കുര്യനും ആന്റണിയുമാണെന്ന് പക്ഷേ അനിൽ ആവർത്തിക്കുന്നുണ്ട്. കോഴ ആരോപണത്തെ പ്രതികരിക്കാൻ ആന്റണിയുടെ കുടുംബം സഹകരണ തട്ടിപ്പ് നടത്തിയെന്ന ആക്ഷേപം അനിൽ ശക്തമാക്കുന്നു. 16 കോടിയുടെ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് അനിൽ പറയുന്നത്. അനിൽ പോരിലേക്ക് പത്തനംതിട്ടയിലെ രാഷ്ട്രീയ കളം മാറുന്നത് അപകടമെന്ന് മനസ്സിലാക്കിയാണ് തോമസ് ഐസക്കിന്റെ ലാൻഡിംഗ്. കോഴയിൽ ഇരുവരും വിശദീകരണം തന്നേ തീരൂ എന്നാണ് തോമസ് ഐസക് ആവശ്യപ്പെടുന്നത്. അനിൽ ആന്റണിക്കെതിരെ ശക്തമായ തെളിവുകൾ പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ച ദല്ലാൽ നന്ദകുമാറിന്റെ നിശബ്ദതയും വരും ദിവസങ്ങളിൽ ചർച്ചയാകും.